ഞാനിന്ന് വീഡിയോ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ശരിക്കും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇന്ന് വീഡിയോ ഒന്നും ചെയ്യണ്ട, നാളെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ താത്ത നമ്മളെ സമ്മതിക്കത്തില്ല. താത്ത ഇങ്ങനെ ഡെയിലി ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ താത്തയെക്കുറിച്ച് സംസാരിക്കാതിരിക്കും? എന്തായാലും താത്ത പറയുന്നുണ്ട്, നിങ്ങൾ എന്നെക്കൊണ്ട് റീച്ച് ഔട്ട് ആക്കുകയല്ലേ, എന്നെ വിറ്റ് ജീവിക്കുകയല്ലേ. ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഈ താത്ത ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഷാജിദ താത്ത. അപ്പോൾ താത്ത കഴിഞ്ഞ ദിവസം ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയ കോലാഹലങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഷെരീഫിൻ്റെ ഒരു വീഡിയോ കണ്ടത്. ഷെരീഫിൻ്റെ വീഡിയോയ്ക്കകത്ത് താത്ത കണ്ടം വഴി ഓടുന്നൊരു ഓട്ടം കണ്ടു. ശരിക്കും ആ ഓട്ടം ഒരു 7 സെക്കൻഡേ ഉള്ള ആ വീഡിയോ, ഞാൻ ആ വീഡിയോ ഒന്നും വയ്ക്കുന്നില്ല. 7 സെക്കൻഡുള്ള ആ വീഡിയോയ്ക്കകത്ത് ഒരു ഒറ്റ പാച്ചിലാണ്. ഈ പാച്ചിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. ഈ ലൈവ് ഞാൻ ശരിക്കും കാണുന്നത് ഇന്നായിരുന്നു. അപ്പോൾ ഈ ലൈവ് കണ്ടപ്പോൾ ഇതൊന്നും അല്ലല്ലോ അവിടെ കണ്ടതെന്ന് തോന്നി. പക്ഷേ ലൈവിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടികളെ വലിച്ചിരുന്ന കാര്യത്തിലാണ് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തത്. അവരെന്ത് തോന്നിവാസം വന്നിരുന്ന് പറയട്ടെ, തോന്നിവാസം പറയട്ടെ ഇൻ ദ സെൻസ് അതവരുടെ ശീലമാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് വലിച്ചിരുന്നത്, കുട്ടികളെ അവരുടെ മക്കളാണെങ്കിൽ പോലും കൂടെ നിർത്തിക്കൊണ്ട് ഈ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്, അതിനോട് മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളത്. ഈ വീഡിയോ ഈ ലൈവിനകത്തും അവരുടെ മകൻ അവരുടെ കൂടെയുണ്ട് തൊട്ട് ബാക്കിൽ. ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് ഈ തള്ള വിളിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. എന്താ വെച്ചാൽ എങ്ങനെയാണെങ്കിലും ഇവർ ഈ പരിപാടിക്ക് നിർത്തണം. എന്തായാലും അവർക്ക് റീച്ച് ഉണ്ട്. അതിപ്പോൾ അവരുടെ ഹേറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ. ഈ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരുത്തൻ, ഞാൻ അവൻ്റെ പേര് വീണ്ടും വീണ്ടും പറഞ്ഞ് എൻ്റെ നാവില്ലാണ്ടാക്കുന്നില്ല. അവൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് വന്നിട്ട് മെഴുകിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കുടുംബത്തിൽ പറഞ്ഞവനാണോടാ, കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ നീ ഇത്തരം പരിപാടികൾ കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനല്ല. എനിവേ അവൻ ഈ താത്തയുടെ സപ്പോർട്ടറാണ്. ഓക്കെ, അതങ്ങനെ ഇരുന്നോട്ടെ. എന്തായാലും ഈ സപ്പോർട്ടറും ഹേറ്റേഴ്സൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഈ ലൈവ് കണ്ടപ്പോൾ ഈ കുട്ടി ഇവരുടെ പുറകെ നിൽക്കുകയാണ്. ഇവരവിടെ ആ ലൈവിനകത്തിരുന്ന് വായി തോന്നിയത് ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. ഷെരീഫിൻ്റെ ഉമ്മേനെക്കുറിച്ചും വൈഫിനെക്കുറിച്ചും ഒക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു റിയാക്ഷൻ വ്ളോഗേഴ്സും ഷാജിദേനെ അല്ലാതെ ഷാജിദയുടെ കുട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരെന്തിനാണ് വീട്ടുകാരെ പറയുന്നത്? നിങ്ങൾ പറഞ്ഞത് ഷെരീഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാനാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു റിയാക്ഷൻ വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പറ, ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഇത് കേൾക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. അതായത് നിങ്ങളുടെ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. എന്തായാലും ഷാജിദയ്ക്ക് പണി കിട്ടാൻ പോകുന്നുണ്ട്. ഈ പറയുന്ന ഷെരീഫ് കേസ് കൊടുക്കുന്നു, കൈസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഷഫീന ചേച്ചി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു കൂട്ടം ആൾക്കാർ ഈ പറയുന്ന ഷാജിദയ്ക്കെതിരെ തിരിയുന്നുണ്ട്. ഇപ്പോൾ ഒരാളാണെങ്കിൽ ഒരു പക്ഷേ പോലീസുകാരാണെങ്കിലും നിയമമാണെങ്കിലും ചിലപ്പം മുഖം തിരിച്ച് നിൽക്കുമായിരിക്കും. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും നടക്കും. എന്തായാലും ഇത് അധികം നാൾ മുന്നോട്ട് പോകാൻ ചാൻസ് കുറവാണ്. മുങ്ങാൻ പോകുന്ന കപ്പലിൻ്റെ ഒരു ആളിക്കത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുങ്ങാൻ പോകുന്ന ഇൻ ദ സെൻസ് മിക്കവാറും ചാനൽ പൂട്ടി പോകേണ്ട ഒരു അവസ്ഥ വരും ഈ പോക്കാണ് പോകുന്നെങ്കിൽ. നമുക്ക് എന്തായാലും ആ ലൈവ് ഒന്ന് കാണാം. അതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് താത്തയുടെ ലൈവിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഈ മോശം സംസാരിക്കുന്ന ഭാഗം ഞാൻ വേറെ ഒന്നും വയ്ക്കുന്നില്ല. എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 31 മിനിറ്റോളം ലൈവ് ഉണ്ട്. അപ്പോൾ മുഴുവൻ കണ്ട് ഞാൻ നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അവിടെ പോയി നല്ല വർത്താനം പറഞ്ഞ് അവനെ ഇളകി തുള്ളി ഇതാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത്. നിങ്ങൾ കാണണ്ടല്ലോ തൊട്ട് ബാക്കിൽ അവരുടെ മകൻ നിൽപ്പുണ്ട്. ഇനി വേറൊരു കോമഡി വെച്ചാൽ ഇവർ എവിടെ പോകണമെങ്കിലും, പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ആരുടെങ്കിലൊക്കെ വീടുകളിലായിക്കോട്ടെ, എവിടെയും പോകുമ്പോൾ ആ ഇളയ മകനെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. എന്തിനാ? ആരെങ്കിലും ഇനി തല്ലുകയാണെങ്കിൽ കുറച്ച് തല്ല് കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ കുഞ്ഞിനെ കൂടി കൊണ്ടുപോകുന്നത്. ഇവിടെയും ഈ വീഡിയോയുടെ തൊട്ട് ബാക്കിലും ആ കുട്ടീനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. ഞാൻ അവൻ്റെ മുഖം ബ്ലർ ചെയ്യാണ്, കാരണം അത് കാണിക്കുന്നത് ശരിയല്ല. നമുക്ക് ബാക്കി കേൾക്കാം. സാറ് SP സാറ് എന്നോട് പറഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും അവൻ എത്തിയിട്ട് അവിടെ, അപ്പോഴേക്കും അവൻ സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സംഭവം മനസ്സിലായല്ലോ. ആ ഷെരീഫിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടം പറിച്ച് ഓടിയത് നേരെ സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനിൽ പോയപ്പം തൊട്ട് പിന്നാലെ ഷെരീഫോടെ എത്തിയെന്നാണ് താത്ത പറയുന്നത്. എന്നിട്ട് എന്താണ് സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. സാർ അവനോട് പറഞ്ഞു, നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലത്തെ കാര്യങ്ങളും ഇടാം, മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സന്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല. അത് SI സാർ പറഞ്ഞത് തെറ്റിപ്പോയി. കാരണം യൂട്യൂബിൻ്റെ ഒരു പോളിസി വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോസ് ആർക്കും ചെയ്യാം, സഭ്യമായ ഭാഷയിൽ സഭ്യമായ രീതിയിൽ ആർക്കും ആരെക്കുറിച്ചും വിമർശിക്കാം. അപ്പം നിങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഷ സഭ്യമാണെങ്കിൽ അതിനൊരു പ്രശ്നവുമില്ല. അത് യൂട്യൂബ് അനുവദിക്കുന്നൊരു പോളിസിയാണ്. ആ പോളിസി പ്രകാരമാണ് ഒരാൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്താലും ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞ് വിടത്തുള്ളൂ. അത് ഈ ഇടയ്ക്ക് തന്നെ ഒരു വ്ളോഗർക്ക് എതിരെ രേണു സുധി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല.
അപ്പോൾ അത് നിയമത്തിലുള്ളതാണ്. റിയാക്ഷൻ വീഡിയോ ആർക്കും ചെയ്യാം, ആർക്കെതിരെയും ചെയ്യാം, സഭ്യമായ ഭാഷ, സഭ്യമായ രീതിയിൽ. അതുകൊണ്ട് അതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല. ബാക്കി നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളതല്ല, അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല. നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ ആ വീഡിയോ ചെയ്തത്? അല്ലെങ്കിൽ ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ്. അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരുമല്ലല്ലോ. നീ എന്തിനാ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവിൽ ഇടാ അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താന്ന് അവൻ്റെ അടുത്ത് നല്ല നച്ചെന്ന് സാറ് ചോദിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു എന്താ ഈ നച്ചിന് എന്താ ഉദ്ദേശം, എന്താ സംഭവം? ഈ നല്ല കണക്കിന് ചോദിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്? ആ വാക്കിന് അർത്ഥം അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. നച്ചിന് അറിയില്ല, ഒന്ന് പറഞ്ഞു തരണേ. അവന്റെ വീട്ടിൽ പോയത് ഇങ്ങോട്ട് വരായിരുന്നില്ല നേരെ. ഞാൻ പിന്നെ എന്താ അറിയോ, DHSന്റെ പ്രശ്നം കാരണം തന്നെ ഞാൻ ഈ സ്റ്റേഷൻ കയറി ഇറങ്ങി എനിക്ക് മടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇത് സ്ഥിര ഏർപ്പാടാണല്ലേ. ഒരു കാര്യം ചെയ്യൂ, വീട് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് എവിടെയെങ്കിലും മാറിയാൽ കുറച്ച് നന്നായിരിക്കും തോന്നുന്നു. അവിടെ എവിടെയെങ്കിലും ഒരു വീട് എടുത്തിട്ട് താമസമാക്കി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും പോയി വരാനായിട്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്യണ്ടല്ലോ, കുറച്ച് സൗകര്യമായിരിക്കും അത്. നിങ്ങളുടെ കേസിനെ കുറിച്ച് സംസാരിക്കാനും നിങ്ങൾക്ക് കേസ് കൊടുക്കാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോവേണ്ടി വരും. അപ്പോൾ സ്റ്റേഷനടുത്തേക്ക് വീട് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൗകര്യം കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് പരിഗണിക്കണേ. അവൻ്റെ അടുത്ത് പോയിട്ട് അവനോട് അടിച്ചിട്ട് ഇതാക്കാന്ന് വെച്ചാൽ അപ്പൊ അവൻ എന്നെ അടിക്കാൻ തന്നെ അവന് കെട്ടിയോളെ പിടിച്ച് തല്ലട്ടെ. പിന്നെ അല്ല, പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോകണത്. ആദ്യം അവൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പോരിക്കണം എന്നും പറഞ്ഞാണ് പോകുന്നത് എന്നല്ല, പോയി സംസാരിച്ച് നോക്കട്ടെ. അവൻ ഓക്കെ ആവുകയാണെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണ്ടല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോഴോ ഷെരീഫ് കട്ടയ്ക്ക് നിൽക്കുകയാണ്. വേറെ വഴിയില്ല, അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഓട്ടോ ആണ് നമ്മൾ ഷെരീഫിൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടത്. ഒരു 7 സെക്കൻഡ് ഒരു ഓട്ടം കാണുന്നുണ്ട്. ഈ ഉസൈൻ ബോൾട്ട് പോലും തോറ്റു പോകും ആ ഓട്ടത്തിൽ. അമ്മാതിരി ഒരു ഓട്ടമാണ് ഓടുന്നത്. ആ ഓട്ടം നേരെ പോയി നിൽക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. അപ്പോൾ എന്നിട്ട് വന്നിരുന്ന് പറയുന്ന വീരവാദങ്ങളെ ശരി ഉണ്ടല്ലോ ചരക്ക് നല്ല ഉണ്ടല്ലോ, നല്ല ചരക്ക് കൊണ്ട് 2 പെൺകുട്ടികൾ കണ്ടോ. ഇതൊക്കെ പറയുന്നതേ ആ കുട്ടി പുറകെ നിൽക്കുകയാണ്. ഷെരീഫിൻ്റെ വൈഫിനെ കുറിച്ച് പറയുന്നതാണ്. മോൻ പുറകെ നിൽക്കുകയാണ്. ഇവനിതൊക്കെ കേൾക്കുന്നില്ലേ? നാളെ ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് ഡി ചരക്കേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ത്രീയെ ഈ ഒരു വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്ന അവരുടെ മകൻ എന്തായാലും ഇതൊക്കെ ഉപയോഗിക്കില്ലേ? അതോ അവൻ്റെ മുന്നിൽ വെച്ച് വിളിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ നാളെ എന്തായിട്ട് വളർന്നു വരും? നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഈ കുട്ടികൾ എന്തായി വരും, എന്തായി മാറും എന്നുള്ളത്. കുറച്ച് വർഷങ്ങളൊന്നും കഴിയട്ടെ. ഇവരിതൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നുള്ള ഒന്നും ആയിട്ടില്ല. ഇവർ ഈ പറയുന്നതിൻ്റെ ഫലം ഇവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവരുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്ത് നിന്ന് ഓരോ മക്കളും ഇവർക്കെതിരെ തിരിയും. ഷാജിദ എഴുതി വെച്ചോ, നിങ്ങളുടെ ഓരോ മക്കളും നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് ചോദ്യം ചോദിക്കുന്ന ഒരു സമയം വരും. അന്നേ നിങ്ങൾ ഈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കൂ. ബാക്കി നോക്കാം. എനിക്ക് 2 പെൺകുട്ടികളായിട്ട് കൊടുത്തത് അവനിക്ക് ഇനി പെൺകുട്ടി തന്നെ കൊടുക്കണം. കാരണം എന്താ പറയുക, പെണ്ണുങ്ങളുടെ വില അവൻ അറിയണം. അതൊക്കെ വളർന്ന് വലുതായി അവന്റെങ്കിലും കൂടെ ഒളിച്ചോടുമ്പോഴാണ് അവനെ പഠിക്കൂ. സ്വന്തം മക്കളുടെ കാര്യം എന്താവുമെന്ന് അവർക്കറിയില്ല. അപ്പോഴാണ് അവൻ്റെ മക്കൾ വല്ലവനോട് ഒളിച്ചോടെന്ന് പറയുന്നത്. നിങ്ങളും അവനും തമ്മിലുള്ള വ്യത്യാസം കാണുന്നവർക്ക് മനസ്സിലാവും. സ്വന്തം മക്കൾ 5 മക്കൾ, ആ മക്കളുടെ കാര്യം എന്തായി തീരുമെന്ന് ഇവർക്കൊരു ധാരണയില്ല. അതെന്തായി തീരുമെന്ന് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ മക്കൾക്ക് നല്ല ബുദ്ധി മാത്രമേ തോന്നാവൂ. ഈ തള്ളേനെ കണ്ടിട്ട്, തള്ള പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർക്കൊന്നും മോശമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ കുട്ടികൾക്ക് ഒരിക്കലും അവർ വഴിതെറ്റി പോവല്ലേ എന്ന്. കാര്യം അത് ഈ സമൂഹത്തിനാണല്ലോ ദോഷം വരുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് തന്ത വന്നു, തന്ത അതിലേറളകണു. പിന്നെ എങ്ങനെയാണ് തന്ത അതിൽ വിത്ത് ഗുണം 10 എന്ന് പറയില്ലേ, വിത്ത് മുളച്ചത് എവിടെ? ഈ മറുപടിയൊക്കെ നിങ്ങൾ തന്നെ ചോദ്യം തന്നു, നിങ്ങൾ തന്നെ ഉത്തരം തരല്ലേ? ഈ വിത്ത് ഗുണം 10 ഗുണം ഇതല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തീർത്തത്. നിങ്ങളുടെ ഞാൻ പറയുന്നില്ല, പോട്ടെ. എന്നാന്ന് അറിയണ്ടേ? അപ്പൊ ആ തന്തന്റെ ഗുണമല്ലേ അവനും കാണിക്കുള്ളൂ. പെണ്ണുങ്ങളെ എന്താണ് പെണ്ണ്? എടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എടാ എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഉമ്മ, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ബ്രദേഴ്സ്, അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അത് എൻ്റെ ഇഷ്ടമാണ്. അവരുടെ കാര്യങ്ങൾ നിങ്ങൾ പറയും, അത് നിങ്ങളുടെ കുടുംബത്തിൽ പറയണം. അല്ലാണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലുള്ള അല്ലെങ്കിൽ ഷെരീഫിനെ പോലുള്ള ആൾക്കാർ എടുത്ത് വെച്ച് സംസാരിക്കും. എന്തായാലും നിങ്ങൾ പറയുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ എൻ്റെ കണ്ടന്റ് വിറ്റ് ജീവിക്കുകയല്ലേ, എൻ്റെ കണ്ടന്റ് വിറ്റ് റീച്ച് ഉണ്ടാക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ, അത് തന്നെയാണെന്നേ. ഈ റീച്ച് എങ്ങനെയാണ് വരുന്നത്? ഇന്നലെ അതേ കാര്യം ഇന്നലെയും പറഞ്ഞു. നിങ്ങളുടെ ഹേറ്റേഴ്സാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ഹേറ്റേഴ്സ് നിങ്ങൾക്കുണ്ട്? ഈ ഹേറ്റേഴ്സായിട്ടുള്ള ആൾക്കാർ, എത്രയോ ആൾക്കാർ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി പറയുന്നു. ഈ ലൈവിൻ്റെ താഴെ ശരിക്കും അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു സ്ത്രീയും പിന്നെ ഇമാതിരി സംസാരിക്കത്തില്ല. ആ ലൈവിൻ്റെ താഴെ വരുന്ന കമൻറ്റ് കാണാം, എമ്മാതിരി തെറിയെന്നറിയൂ. എൻ്റെ പൊന്നോ, ആത്മാഭിമാനമുള്ള ആരെങ്കിലും ആണെങ്കിൽ പിന്നെ അമ്മാതിരി ലൈഫ് ചെയ്യില്ല. പക്ഷെ അതില്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് കേൾക്കാം. എൻ്റെ വീഡിയോ എൻ്റെ ലൈവില് ഞാൻ പലതും ഇടും. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുടുംബക്കാരുടെ വീഡിയോ, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇടാനാണ് എൻ്റെ വീഡിയോസ്. അതിൽ ഇവൻ ഇടപെടും. എൻ്റെ ഉമ്മാന്റെ കാര്യം എടുത്തു, എന്താ എൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോളുടെ ഉമ്മയാണ് എടുത്തിട്ടത്, എൻ്റെ ഉമ്മാന്റെ കാര്യം. അതിന് എടോ, അമ്മമാരെ സ്നേഹിക്കുന്ന ആരും താൻ വന്നിട്ട് തൻ്റെ ഉമ്മേനെ പറയുമ്പോൾ സഹിക്കത്തില്ല, അവർ റിയാക്ട് ചെയ്യും. കാരണം അമ്മാതിരി വാക്കുകളാണ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞത്. അത് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ ആരും വന്ന് സംസാരിക്കില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എവിടെയാണ്? പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, യൂട്യൂബിലാണ്. ഇവിടെ അത് റിയാക്ട് ചെയ്യാൻ ആർക്കും റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞ മോശമല്ലേ? എൻ്റെ നാട്ടില് ഇവൻ മണ്ണാർക്കാട് നാട്ടിൽ കിടക്കണു, ഞാൻ എവിടെ പത്തിരിപ്പാലക്കാരിയാണ്. പത്തിരിപ്പാലക്കാരിന്റെ കുടുംബ പ്രശ്നം ഇവനെടുത്തിടേണ്ട ആവശ്യം എന്താ? ഇവനിക്ക് തള്ളുണ്ട്, തന്തയുണ്ട്, കെട്ടിയോളുണ്ട്, നല്ല അടിപൊളി ചരക്കുണ്ട്. പിന്നെ ഇവൻ പറയുന്നു ഞാൻ വേശ്യാണെന്ന്. ഞാൻ വേശ്യാണെങ്കിൽ ഇവന്റെ കൂടെ കിടന്നിട്ടുണ്ടാ, അവന്റെ വാപ്പാന്റെ കൂടെ കിടന്നിട്ടുണ്ടാ, ഇവന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ കിടന്ന തെളിവ് അവൻ എനിക്ക് കാണിച്ചു തരട്ടെ. എന്നാ ഞാൻ അവന് പറയണേന് അവനെ. ഷെരീഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. അതും കൂടി ഞാൻ പറയുകയാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല. കാരണം അവരങ്ങനെ ജീവിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർ ഈ വീഡിയോയിൽ വന്നിട്ട് അനാവശ്യം പറയുന്നതല്ലാണ്ട് മറ്റു രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതിനോട് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ലൈവിനകത്തും പലപ്പോഴും വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ശരിയായ കാര്യമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഷെരീഫിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഈ ഒരു വാക്ക് വിളിച്ചത്, ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. ബാക്കി നോക്കാം. അവന് തോന്നിയ പോലെ ദുബായിൽ നിന്ന് കുറേ വീഡിയോസ്, അത് ഒരു പെൺകുട്ടിന്റെ വീഡിയോസ് ഒന്നുമല്ല, അവന് കാണുന്ന പെൺകുട്ടികളിലേക്ക് അവനിക്ക് ഇങ്ങനത്തെ ഒരുമാതിരി ചൊറിച്ചിലാണ്. അവനിക്ക് വെള്ളപ്പാലിക്ക് അങ്ങനത്തെ ഒരു ചൊറിച്ചിലാണ്. അത് കഴിഞ്ഞ് അവൻ ദുബായിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് അവൻ വെല്ലുവിളിച്ചു. അവൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ പോവില്ല എന്ന്. പോയപ്പോ കെട്ടിയോള് കുറേ നേരം മാതലടിച്ച് കെട്ടിയവൻ്റെ അടുത്ത് കുറു പറഞ്ഞതിന് ശേഷം കെട്ടിയവൻ വന്നു. വേഗം പോയിട്ട് തൊപ്പിയൊക്കെ എടുത്തിടുന്നു. ചോട്ടത്തലേന്റെ ചൊട്ട കാണാണ്ടിരിക്കാൻ തൊപ്പി എടുത്തിടുന്നു. തൊപ്പി എടുത്തിട്ടിട്ട് നമ്മൾ ഈ മൊട്ടത്തല എന്നൊക്കെ പറയുന്നില്ലേ, മുടിയില്ലാത്തവർ പറയുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. ഈ ചൊട്ട, നമ്മൾ നാട്ടിലെ ചൊട്ട എന്ന് പറയുന്നത് ചെറുത്തിലെ ചൊട്ടയിലെ ശീലം ചുടലെ വരെ എന്നൊക്കെ പറയുന്ന പോലെ ചെറുത്തിലെ എന്നുള്ള ആണ് ചൊട്ട എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് ചൊട്ട എന്ന് പറഞ്ഞാൽ മൊട്ട എന്നുള്ള വാക്കാണെന്ന് തോന്നുന്നു. ഈ നാടുകൾ മാറുന്നതിനുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് അങ്ങോട്ട് മനസ്സിലാവാത്തത്. അപ്പോൾ ഷെരീഫിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു, അപ്പോഴാണ് ഇവർ കയറി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈഫ് ഒന്ന് വിളിച്ചു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, വരുമെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയിട്ട് നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് പല ഉദ്ദേശം ഉണ്ടാവും, ഞാൻ പലതും കാണിക്കും, ഞാൻ ഇനിയും വീഡിയോ ഇടും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, അതാക്കും, ഇതാക്കും പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ലൈവിൽ കണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലേ, ഉമ്മയെ പറയുന്നതും ഷെരീഫിൻ്റെ ഉമ്മേനെയും ഭാര്യനെയും പറയുന്നതൊക്കെ വളരെ മോശമായിട്ടാണ്. കാരണം അത് എനിക്ക് പോലും ഇവിടെ ഉപയോഗിക്കാൻ നാണക്കേട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല, അതൊന്നും കാണിക്കുന്നില്ല. എനിവേ, അപ്പോൾ ഷാജി താത്ത, നിങ്ങൾ നന്നാവാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ എത്രമാത്രം നന്നാവില്ലാന്ന് തീരുമാനിക്കുന്നു അത്രമാത്രം ഞങ്ങൾക്കൊക്കെ വീഡിയോ ചെയ്യേണ്ടി വരും. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ റീച്ച് ഉണ്ടാക്കും എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, റീച്ച് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. ശരി, അങ്ങനെ ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മകനെ, കുട്ടികളെ, അവരെ ദയവ് ഇതിനകത്ത് വലിച്ചിഴക്കരുത് പ്ലീസ്. അങ്ങനെ വലിച്ചഴയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിയാക്ട് ചെയ്യും, ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും, എത്ര വീഡിയോ വേണമെങ്കിലും ചെയ്യും. എനിക്ക് എത്ര വയ്യെങ്കിൽ പോലും ഞാൻ വീഡിയോ ചെയ്യും. ആ കുട്ടികളെ ഇതിനകത്ത് വലിച്ചഴക്കരുത്. അത് നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കും. കേൾക്കില്ലെന്നറിയാം, പക്ഷെ ഞാൻ പറയുവാണ്. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് ചെയ്തേക്കണേ. 5000 കുടുംബങ്ങളിലേക്ക് എത്താൻ കുറച്ച് പേരും കൂടി വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കൂ. പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.